പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ്. കർത്താവേ, ഇന്നത്തെ ദിവസം അന്നു വേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലി, നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ, നിന്റെ വരുമാന മാർഗങ്ങളുണ്ടാകുന്ന പിഴവുകൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഓരോ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട്. അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, പരീക്ഷ പെൺകുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതെല്ലാം ചെയ്യുന്നവരെ ഈശോനാമത്തിൽ ഇന്നത്തെ ദിവസം ആശീർവദിക്കുന്നു. കർത്താവ്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എന്തിൻ്റെയും ആകാം, പരീക്ഷയുടേതാകാം, തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം, തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, കർഷകരെ ഞാൻ ആശീർവദിക്കുന്നു. കർഷകരും
ജലം കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട്. ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ദോഷമുള്ളവരുണ്ട്. അതെന്ത് തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നവരുണ്ട്. അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ. ഗുണമായാലും ദോഷവും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ ചിന്തകൾക്ക് കൃത്യമായി മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാടക കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കത് കിട്ടാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ 3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു, തുടങ്ങാൻ കഴിയും, ആരെങ്കിലും പാട്ടത്തിനെങ്കിലും തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവർ നടക്കുന്നുണ്ട്. ഈശോയെ, അവരുടെ സംഭവങ്ങൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, പാട്ടം നടത്തിയിട്ടും തോറ്റുപോയവരുണ്ട്, കൃഷി ചെയ്ത് തോറ്റുപോയവരുണ്ട്, നഷ്ടം വന്നു പോയവരുണ്ട്. ഈശോയെ, അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല, പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല, അവരാകപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെ തലപ്പെരുപ്പത്തോടെ വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരെ എൻ്റെ ഈ 39 കൊല്ലത്തെ കൃപാനയുടെ ശക്തിയാൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവരിന്ന് വിടുവിക്കണം കർത്താവെ. ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ തീരുമാനമുണ്ടായി അവരെ സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങാൻ ഇടയാക്കണം. ഈശോയെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആദ്യ പിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവെ വേണ്ടെന്ന് ഡോക്ടർ പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഏതെല്ലാം വ്യക്തികളെ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ, സങ്കടപ്പെടുന്നുവോ, ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചുവോ, അവർക്കെല്ലാം മാതാവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ സഹായിക്കും, നിൻ്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം പറയാൻ നിന്നെ സഹായിക്കും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപ് കാലത്ത് നമ്മൾ വായിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ? അപ്പം കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും, പിന്നെ എന്താണ് മോതിരം, പിന്നെ എന്താണ് വസ്ത്രം, 3 കാര്യം കൊടുക്കും. അപ്പോൾ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അവൻ മകനായിരുന്നു, അടിമകൾക്കാണ് ചെരുപ്പില്ലാത്തത്, മോതിരമില്ലാത്തത്, മകനും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്കാണ് തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമൻട്രീസൊക്കെ പറയണത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു. കാരണം ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു. മേൽത്തരം വസ്ത്രമാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു. അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യുന്ന ആരാണ്ട് ഒരുത്തൻ അപ്പനോട് ഇടിവെച്ചിട്ട് വസ്തു മേടിച്ചിട്ട് പോയ കാര്യമല്ല ഈശോ പറയണതേ. ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ? സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് എന്താണ്? അനുദപിക്കുന്ന പാപിക്ക് കിട്ടിക്കുന്ന ഹെവൻലി സ്റ്റാറ്റസാണ്. അതെന്താ? കൃപയാണ്. അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത്. അപ്പോൾ ഞാൻ അവരോട് ആൾക്കാരോട് പറഞ്ഞ് ഈ മേൽത്തര വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തര വസ്ത്രം എന്ന് വായിച്ചു നോക്കിയത്. ലൂക്കാ 15:22. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയേ, അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആഡംബരത്തോടെയാണ് ഈ അപ്പം സ്വീകരിക്കുന്നത്. നിന്റെ പശ്ചാത്താപം ദൈവരാജ്യത്തിൽ നിന്നെ പിതാവ് സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ്. എന്താ കാര്യം? യു ഗോട്ട് റിട്ടൈൻ ദ ഹെവൻലി സ്റ്റാറ്റസ്. നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത്. ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിച്ചെന്ന് പറയല്ലേ. അതാണ് ആ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു കിട്ടണതുകൊണ്ടാണ്. പശ്ചാത്താപത്തിൽ നമുക്ക് പാപക്ഷമം മാത്രമല്ല, ഈ കുമ്പസാരത്തെ ഉന്നതമായ ഒരു കൂദാശയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട പാപക്ഷമം മാത്രം നമുക്ക് ലഭിക്കണത്, മേൽത്തരം കൃപയും ലഭിക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ യാക്കോബ് 4:5 വായിച്ചേ.
നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ യാക്കോബിന് കിട്ടിയ ഇതിനോടുള്ള ഇതിന്റെ ബേസ്മെന്റ് വചനങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്, പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ബൈബിള്. പക്ഷെ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോടും പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അപ്പോഴാണ് ഈ ആത്മാവ് സബ്ലിമേറ്റ് ആകണത്. അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ എനിക്ക് പകരക്കാരായി മരിച്ചു, ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത്. ആ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ്. അതാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കണത്. അതിന് താഴെയുള്ള വചനം വായിച്ചാൽ മനസ്സിലാക്കും കൃപയാണ് ഉദ്ദേശിക്കണമെന്ന് മേൽത്തര വസ്ത്രങ്ങൾക്ക്. യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അതായത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തലപ്പിക്കുന്ന എളിമയുള്ളവരാണ്. ഞാൻ പാപിയൊന്നുമില്ല, ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അഹങ്കാരികളാണ്. അതാണ് കൃപ. അഹങ്കാരികളുടെ കുഴപ്പം വെച്ചാൽ കൃപ ലഭിക്കത്തില്ല. കാര്യം എന്താ? കൃപ എളിമപ്പെട്ടവൻ കുരിശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിനും നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത്. കൃപാവസ്ത്രമാണ്. അതുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ലേ, ബൈബിൾ പറയത്തില്ലേ. വെളിപാട് 6:11 വായിച്ചേ. അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. വെള്ള വസ്ത്രം നൽകപ്പെട്ടു. അപ്പോൾ നൽകപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട്. മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിന് കൃപയാണല്ലോ നഷ്ടപ്പെട്ടത്. ആ പഴയ ഹെവൻലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. ധൂർത്തപുത്രൻ്റെ കഥ അവസാനിക്കണത് എങ്ങനെയാണ്? അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 15:7 അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോഴേ ഈ പെർസ്പെക്റ്റീവിലാണ് ധൂർത്തപുത്രൻ്റെ കഥ ഈശോ തുടങ്ങുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത്. മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത്. ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ്. അപ്പോൾ പശ്ചാത്താപം നമുക്ക് നൽകണത്, പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ. പൂർണ്ണ മനസ്താപമുണ്ട്, ഭാഗിക മനസ്താപമുണ്ട്. നമ്മൾ ഈ നോൻപ് കാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താപമാണ്, പൂർണ്ണ മനസ്താപമല്ല. കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്താ കാര്യം? പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലിൽ പാപം ചെയ്യരുത്തില്ല, ആ സാധനം ആവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് മേലിൽ പാപം ചെയ്യരുത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 5:14 പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ പൂർണ്ണ മനസ്താപത്തിനകത്ത് വരുന്നതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം. കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ. സഖ്യവൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ, ധൂർത്തപുത്രനും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ. ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ്. അപ്പം പരമാവധി അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നത്. നൗ യു ഗോട്ട് ദ പോയിന്റ്. മുൻപ് കാലത്ത് കർത്താവിൻ്റെ കൃപയെ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.